എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2024. ഈ വർഷം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിടിലൻ പുരോഗതി ഉണ്ടാവട്ടെ, മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ. നമ്മളിവിടെ ഒരു ട്രാൻസ്ലേഷൻ എക്സസൈസ് ചെയ്യാണ്. വി ആർ ഡൈവിങ് ഇൻ ടു എ ട്രാൻസ്ലേഷൻ എക്സസൈസ്. നമ്മൾ കൂപ്പുകുത്തുകയാണ് അതിലേക്ക്. ഡൈവിങ് ഇൻ ടു എ ട്രാൻസ്ലേഷൻ എക്സസൈസ്. ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ദീസ് ആർ പാക്ഡ് വിത്ത് എവറി ഡേ യൂസേജസ്. നമ്മൾക്കെന്നും പ്രയോഗിക്കേണ്ട ഒരുപാട് പ്രയോഗങ്ങൾ ഇതിൽ ഉണ്ട്. സോ ആർ യു റെഡി? കം ഓൺ, ലെറ്റ്സ് ഗോ. അവളൊരു ഡോക്ടറാണ്. ഷീസ് എ ഡോക്ടർ. വെരി സിമ്പിൾ, ഷീസ് എ ഡോക്ടർ. ഞാൻ ഇനിയും തയ്യാറായിട്ടില്ല. ഇനിയും, അതാണ് പ്രയോഗം. ഐ എം നോട്ട് റെഡി യെറ്റ്. ഐ എം നോട്ട് റെഡി യെറ്റ്. അവർ പാർക്കിലാണ്. ഇന്നാണോ എറ്റാണോ എന്താണ്? They are at the park. They are at the park. ഇത് നിന്റെ പുസ്തകമല്ലേ? അല്ലേ? Isn't this your book? Isn't this your book? ഇത് നിന്റെ പുസ്തകമാണോ എന്നതിനോ? Is this your book? Is this your book? ഇത് നിന്റെ പുസ്തകം അല്ലേ? Isn't this your book? അയാൾ ഇന്ന് ഓഫീസിലില്ല. He is not in the office today. He is not in the office today. ഞാനാണോ ആദ്യമെത്തുന്ന ആൾ? അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് ആദ്യമെത്തുവാനുള്ള ആൾ, ആദ്യമെത്തേണ്ട ആൾ എന്നൊക്കെ ആവാം. Am I the first one to arrive? Am I the first one to arrive? താക്കോലുകൾ മേശപ്പുറത്ത് ഇല്ല. The keys are not on the table. Keys അല്ല, keys. Z അതാ ഒരു പ്രൊനൗൺസിയേഷനിൽ. The keys are not on the table. The keys are not on the table. ഇതൊക്കെ ശ്രദ്ധിക്കണം. ട്രാൻസ്ലേഷൻ നിങ്ങൾക്കറിയാമായിരിക്കും, പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്തരം ചില കാര്യങ്ങളുമുണ്ട്. The keys are not on the table. അവൾ മീറ്റിങ്ങിന് വരുന്നില്ലേ? Is she not coming to the meeting? Is she not coming to the meeting? അല്ലെങ്കിൽ isn't she coming to the meeting? അങ്ങനെ പറയാം. Isn't she coming to the meeting? അല്ലെങ്കിൽ is she not coming to the meeting? കൺട്രാക്ഷൻ ആണെങ്കിൽ isn't she coming to the meeting? അങ്ങനെയാണ് പറയാം. നമ്മൾ ശരിയായ വഴിക്കാണോ പോകുന്നത്? Are we going the right way? Are we going to the ഒന്നുമില്ല. Are we going the right way? Are we going the right way? പുറത്ത് മഴ പെയ്യുന്നില്ല. പുറത്ത് മഴ പെയ്യുന്നില്ല. It's not raining outside. It's not raining outside. അവർ വളരെ നല്ല സുഹൃത്തുക്കളാണ്. They are very good friends. They are very good friends. അയാൾ നിന്റെ കസിൻ അല്ലേ? Isn't he your cousin? Isn't he your cousin? ഞാനിവിടെ വേണമെന്നില്ലേ? അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടാവണമെന്നില്ലേ?
Am I not supposed to be here? Supposed to be നമ്മൾ പലതവണ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേണമെന്നാണ്, അങ്ങനെ ആകണമെന്നാണ്, വൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. യു ആർ സപ്പോസ് ടു ബി ദെയർ. നീ അവിടെയാണ് വേണ്ടത്. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഓൺ ദ ടേബിൾ. അത് മേശപ്പുറത്താണ് വേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് സപ്പോസ് ടു ബി ഹിയർ. ഇത് ഇവിടെയല്ല വേണ്ടത്. ഇവിടെ ഞാനിവിടെ വേണമെന്നില്ലേ? Am I not supposed to be here? പൂച്ച ഉറങ്ങുകയാണ്. The cat is sleeping. The cat is sleeping. ഈ കണ്ണട നിൻ്റേതല്ലേ? ഈ കണ്ണട ഗ്ലാസിസ് പ്ലൂറലാണ്, ഒരെണ്ണായാലും. ഈ കണ്ണട നിൻ്റേതല്ലേ? Are these not your glasses? Are these not your glasses? അല്ലെങ്കിൽ aren't these your glasses? Aren't these your glasses? കുറച്ചുകൂടി നമുക്ക് പറയാൻ എളുപ്പം are these not your glasses? അതായിരിക്കും. ഗ്ലാസിസ് കണ്ണട ഒന്നുള്ളെങ്കിലും അത് പ്ലൂറലാണ്. പക്ഷേ ഒന്നിൽ കൂടുതൽ കണ്ണടകളുണ്ടെങ്കിൽ നമ്മൾ പെയർ ഓഫ് ഗ്ലാസസ്, 2 pairs of glasses, 3 pairs of glasses അങ്ങനെയാണ് പറയുക. ഗ്ലാസസസ് എന്ന് പറയരുത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ശരിയായ ഉത്തരം അല്ലേ? Is this not the correct answer? Is this not the correct answer? ഇത് ശരിയായ ഉത്തരം അല്ലേ? അവർ ഇവൻറ്റിൽ പങ്കെടുക്കുന്നില്ല. അവർ ഇവൻറ്റിൽ പങ്കെടുക്കുന്നില്ല. They are not attending the event. They are not attending the event. In the event അല്ല. Attend the event. Attend the party. Attend the wedding. Attend the reception. Attend the meeting. Attend the session. Attend the class. അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവർ ഇവൻറ്റിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ they are not attending the event. The event. The event അല്ല, the event. വവൽ സൗണ്ട്സ് അതിനു മുൻപാണെങ്കിൽ നമ്മൾ the അല്ലെങ്കിലോ the boy, the apple അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞു ട്രാൻസ്ലേഷൻ, സിമ്പിൾ ട്രാൻസ്ലേഷൻ. നോക്കാം നമുക്ക് 6 മാസം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.